ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. അതാ ചോദിച്ചത്. ഇല്ല, ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ഉപേന്ദ്രൻ വന്നിരുന്നല്ലേ? രാഘവേട്ടാ, അല്ല, എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നേ? പറവാമേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന ആരാ? കൊണ്ടുവന്നത് ശാലിനിയാണ് അച്ഛാ. ശാലിനിയാണോ എന്നെ കൊണ്ടുവന്നേ? പിന്നെ സംസാരിക്കുന്നു പറഞ്ഞ് ശാലിനെ വിളിച്ചതെന്ന് രാഘവേട്ടനല്ലേ? ഞാനോ? അതിപ്പം ഞാനൊന്നും ഓർക്കുന്നേയില്ല. നല്ല ശക്തിയായ നെഞ്ചവേനയായിരുന്നു. തീർന്നു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവത്തിന്റെ എന്തോ കാരണം കൊണ്ടാ രക്ഷപ്പെട്ടത്. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോ അമ്മയുടെ ദുരഭിമാനമൊക്കെ മാറ്റി വെച്ചിട്ട് ശാലിനോട് സംസാരിച്ചല്ലേ? അപ്പൊ അമ്മയ്ക്ക് സഹായം ചോദിച്ച് സംസാരിക്കാനൊക്കെ അറിയാം. ഞാൻ ആരുടെയും സഹായമൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ നീ ഉണ്ടോന്ന് തിരക്കി. കാര്യം തിരക്കിയപ്പോ അച്ഛന് നെഞ്ചുവേദനയാണെന്നും പറഞ്ഞു. ഓ, അത് മതിയല്ലോ. അച്ഛന് നെഞ്ചുവേനാണെന്ന് പറഞ്ഞാ പിന്നെ ശാലിനിക്ക് അവിടെ കിടന്ന് ഉറക്കം വരൂ. അപ്പൊ അവൾ അപ്പൊ തന്നെ വണ്ടി കൊണ്ടുവന്നല്ലോ, ഇല്ലേ? ഈ രാഘവേട്ടൻ കാരണം ഞാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി വിളിച്ച് ഞാൻ തന്നെ കൊണ്ടുവന്നേനെ. എങ്കിൽ പിന്നെ ഇതൊന്നും ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ കമലിന്റെ നമ്പർ ഭാമയ്ക്ക് അറിയാനും പാടില്ല. പിന്നുള്ളത് ശാലിനിയാ. ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയോണ്ട് ഞാനിപ്പോ ഇവിടെ ജീവനോടെ ഇരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ വെള്ളം ഒഴിപ്പിച്ച് കിടത്തായിരുന്നു നടുവാക്ക തന്നെ. അല്ലെങ്കിലും ഞാൻ ചെയ്യുന്നതൊന്നും രാഘവേട്ടന് കണ്ണി പിടിക്കില്ലല്ലോ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ വേസ്റ്റ്. ഇതെനിക്ക് കിട്ടണം. കഷ്ടപ്പെടാൻ ഞാനും കയ്യടി വാങ്ങിക്കാൻ മറ്റുള്ളവർ. എന്നെ ഹോസ്പിറ്റലും എന്തിനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാലിനി ഇതൊരു നല്ല കാര്യമില്ലേ? നല്ല കാര്യം ചെയ്ത നല്ല കാര്യമാണെന്ന് പറയുന്നത് വേണം. അതൊന്നും പറഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാവില്ല. അതിനെ മനസ്സിലപ്പോ നന്മയൊക്കെ വേണേ. വിഷ്ണുവിന്റെ കുറവറിയിക്കാതെയാ ശാലിനിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ? ശാലിനി വിഷ്ണുവിന്റെ ഭാര്യ ആയതുകൊണ്ടാ. വിഷ്ണുവിന്റെ അച്ഛനെയും അമ്മയും അവള് സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാ നോക്കുന്നത്. ശാലിനി നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ഒന്നുമേ അവനറിയരുത്. അവ അറിഞ്ഞാലേ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്യുന്ന അവന്റെ ഭാര്യയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയാണോ? അവനിപ്പോ ഇതാണ് കേട്ടോണ്ടോന്ന് എന്തോ ചെയ്യും? പറഭാമേ, അവൻ കേട്ടോണ്ടോന്നെങ്കിൽ എന്തോ ചെയ്താണ്? അച്ഛനിത് ആരുടെ കാര്യം പറയണേ? വേറെ ആരുടെ കാര്യമാ? വിഷ്ണുവിന്റെ ആരും തന്നെ.